It's me Marina Joby. Welcome back to Soren Spicy. Soren Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കോവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്ത് വരും. എന്നിട്ട് വേണം നമുക്ക് ബാലൻസ് ഉള്ള പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മാരിനേഷന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് കോവയ്ക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ആക്കി കൊടുക്കുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് ക്രിസ്പി ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് വറക്കാനായിട്ട് കോവയ്ക്ക ഫ്രൈ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ.